അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളെ നമ്മുടെ പരീക്ഷ കിതാബു താരീഖാണ്. താരീഖിൽ നമുക്ക് ആദ്യത്തെ 5 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. കൂടിയാലോചന എന്ന 1ാമത്തെ പാഠം മുതൽ ഉദാരനായ ഖലീഫ എന്ന 5ാമത്തെ പാഠം വരെയാണ് പഠിക്കാനുള്ളത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും എല്ലാ പാഠങ്ങളും ആദ്യം മുതൽ അവസാനം വരെ ആവർത്തിച്ച് വായിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ഈ 5 പാഠങ്ങളുടെയും ഫുൾ റിവിഷൻ വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ കാണുക. ഇവിടെ താരീഖിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. 1ാമത്തത് ശരി അടയാളപ്പെടുത്തുക. ഉത്തരങ്ങൾ ഇവിടെയുണ്ട്. വിദ്യാർത്ഥികൾ ശരിയായത് അടയാളപ്പെടുത്തിയാൽ മതി. 1ാമത്തെ ചോദ്യം, വെള്ളി നാണയം ദീനാറാണോ, ദിർഹമാണോ, റിയാലാണോ? ഏതാണ്? ദിർഹമാണ്. വെള്ളി നാണയം അത് ദിർഹമാണ്. 2ാമത്തത് ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുഖജനാവ്, മസ്ജിദ്, ബാങ്ക്. എന്താണ്? പൊതുഖജനാവാണ് ബൈത്തുൽ മാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3ാമത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 1ാം ഖലീഫ, 2ാം ഖലീഫ, 3ാം ഖലീഫ. ഏതാണ്? 2ാം ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 4ാമത്തത് ഖുർആൻ മനഃപ്പാടമാക്കിയവർ. മുസ്ലിങ്ങൾ, ഹാഫിളുകൾ, മുർത്തദ്ദുകൾ. ആരാണ്? ഖുർആൻ മനഃപ്പാടമാക്കിയവർക്കാണ് ഹാഫിളുകൾ എന്ന് പറയുന്നത്. 2ാമത്തെ ഓപ്ഷൻ. 5ാമത്തത് 1ാം ഖലീഫ ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് 1ാം ഖലീഫ. ഇനി 6ാമത്തത് 3ാം ഖലീഫ ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് 3ാം ഖലീഫ. സമാധാന കരാർ എന്താണ് അതിന് പറയുക? ജിസിയ, കിതാബ്, സുൽഹ്. ഏതാണ്? സുൽഹ് എന്നാണ് സമാധാന കരാറിന് പറയുന്നത്. ഈ രൂപത്തിൽ ശരിയായ ഉത്തരങ്ങൾക്ക് നേരെ ശരി അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. ഇനി 2ാമത്തെ ചോദ്യം, ഉത്തരം എഴുതുക. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എത്രയാണ്? ഹിജറ 11ാം വർഷം മുതൽ 13 വരെയാണ്. ഹിജറ 11 മുതൽ 13 വരെ 2 വർഷവും 3 മാസവും 8 ദിവസവും. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. 2ാമത്തത് മുസഹഫ് പകർത്തി എഴുതാൻ ആരോടാണ് പറഞ്ഞത്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോടാണ് മുസഹഫ് പകർത്തി എഴുതാൻ ആവശ്യപ്പെട്ടത്. 3ാമത്തത് ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് അയച്ച അനുഭവ സമ്പന്നരായ സ്വഹാബികൾ ആരൊക്കെയാണ്? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, അതുപോലെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്നീ അനുഭവ സമ്പത്തുള്ള സഹാബിമാരെയാണ് ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് അയച്ചിരുന്നത്. 4ാമത്തത് ഈ ഭാരം ഞാൻ ചുമന്നോളാം എന്ന് പറഞ്ഞ അസ്ലം റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി എന്തായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അന്ത്യനാളിൽ എന്റെ ചുമടുകൾ നീ വഹിക്കുമോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുകയും ആ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ചുമന്ന് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. 5ാമത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തെക്കുറിച്ച് ഗാന്ധിജി എന്താണ് പറഞ്ഞത്? ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണമാണ് എന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് 2 വീതം എഴുതാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സാംസ്കാരിക ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് എന്നുള്ള പാഠത്തിൽ മഹാനവറുകളുടെ സാമൂഹികപരമായ, സാംസ്കാരികപരമായ, രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട്. അതിൽ സാംസ്കാരികപരമായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? 1, ഹിജറ കലണ്ടർ രൂപപ്പെടുത്തി, അതുപോലെ ഭരണ സംവിധാനങ്ങൾ രൂപപ്പെടുത്തി. ഇങ്ങനെ 2 എഴുതുക. ഇനി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അതും നമ്മൾ ആ ബോക്സിൽ പഠിച്ചിട്ടുണ്ട്. പ്രധാന ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? ഖുർആൻ സമാഹരണം, അതുപോലെ സകാത്ത് നിഷേധികൾക്കെതിരെയുള്ള പോരാട്ടം, കള്ളപ്രവാചകന്മാർക്കെതിരെയുള്ള പ്രതിരോധം. ഇതൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ഭരണ നേട്ടങ്ങളാണ്. ഇനി അടുത്തത് കള്ളപ്രവാചകന്മാരായി രംഗത്ത് വന്ന ആളുകൾ. അതിൽ നിന്ന് 2 ആളുകളുടെ പേരെഴുതാനാണ്. മുസൈലിമത്തുൽ കദ്ദാബ്, അതുപോലെ തുലൈഹ, അസ്വദുൽ അനസി, സജാഹ്. അങ്ങനെ പലരും കള്ളപ്രവാചകന്മാരായി രംഗത്ത് വന്നിട്ടുണ്ട്. ഏതെങ്കിലും 2 ആളുകളുടെ പേരുകൾ എഴുതുകയാണ് വേണ്ടത്.
ഇനി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമനായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിരവധി കാര്യങ്ങളിൽ മഹാനവറുകൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്, ഒന്നാമനായിട്ടുണ്ട്. ഏതൊക്കെയാണത്? പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഖുർആനിന് മുസഹഫ് എന്ന പേര് നൽകി. അതുപോലെ ഖലീഫ എന്ന പേരിൽ ആദ്യം അറിയപ്പെട്ടു. നബിയുടെ ഉമ്മത്തിൽ ആദ്യം സ്വർഗത്തിൽ കടക്കും. ഇതിലൊക്കെ ഒന്നാമതാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇനി നാലാമത്തത് യോജിച്ചവ ചേർക്കുക. ബ്രാക്കറ്റിൽ ഉത്തരങ്ങളുണ്ട്. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായത് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. എന്തെല്ലാമാണ് ബ്രാക്കറ്റിലുള്ളത്? ഹിജ്റ 12-ാം വർഷം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ, ആമുർ റമാദ്, അതുപോലെ ഗാന്ധിജി എന്നിങ്ങനെ ഓപ്ഷൻസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ഹിജ്റ 2-ാം വർഷം എന്ന് തെറ്റിക്കൊടുത്തതാണ്. അത് ഹിജ്റ 12-ാം വർഷം എന്ന് വിദ്യാർത്ഥികൾ തിരുത്തി വായിക്കണം. ഇനി താഴെയുള്ളത് നോക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏത് പേരിലാണ് അറിയപ്പെട്ടത്? അമീറുൽ മുഅ്മിനീൻ എന്ന പേരിൽ അറിയപ്പെട്ട ഖലീഫയാണ്. അമീറുൽ മുഅ്മിനീൻ എന്ന് ഇങ്ങോട്ട് എഴുതി കൊടുക്കണം. രണ്ടാമത്തത് യമാമ യുദ്ധം നടന്ന വർഷം അതേതാണ്? ഹിജ്റ 12-ാം വർഷമാണ്. ഇവിടെ ഹിജ്റ 2-ാം വർഷം എന്നേ ഉള്ളൂ. അതാണ് ഞാൻ നേരത്തെ 12 എന്ന് തിരുത്തി വായിക്കണം എന്ന് പറഞ്ഞത്. ഹിജ്റ 12-ാം വർഷം. മൂന്നാമത്തത് ചാരവർഷം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആമുർ റമാദ്. ആമുർ റമാദ് എന്നുള്ളതാണ് ചാരവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാരണം ഹിജ്റ 18-ൽ അറേബ്യയിൽ കഠിനമായ വരൾച്ച അനുഭവപ്പെട്ടു. ഭൂപ്രദേശമെല്ലാം വരണ്ടുണങ്ങി, കന്നുകാലികൾ ചത്തൊടുങ്ങി. ഈ കഠിന വരൾച്ച കാലം ആമുർ റമാദ്, അതായത് ചാരവർഷം എന്ന പേരിൽ അറിയപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ഇത് സംഭവിക്കുന്നത്. ഇനി അടുത്തത് നാലാമത്തത് ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആദ്യം ബൈഅത്ത് ചെയ്തത് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അഞ്ചാമത്തത് നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഗാന്ധിജി. 6 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഈ രൂപത്തിൽ ശരിയായ ഉത്തരങ്ങൾ എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി പൂർത്തിയാക്കുക. ഒന്നാമത്തത് ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഡാഷ് എന്ന മുനാഫിക്ക് കുപ്രചാരണങ്ങൾ നടത്തി. ആരാണത്? അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന മുനാഫിക്കാണ് കുപ്രചരണങ്ങൾ നടത്തിയത്. രണ്ടാമത്തത് സുബഹി നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഡാഷ് എന്ന ശത്രുവിന്റെ വെട്ടേറ്റായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്. ഏത് ശത്രുവാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വെട്ടിയത്? അബൂ ലുഅ്ലുഅത്ത് എന്ന ശത്രുവാണ് വെട്ടിയത്. മൂന്നാമത്തത് ജിസിയ സംവിധാനം വഴി അമുസ്ലിങ്ങൾക്ക് മതസ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പാക്കുകയും ചെയ്തു. നാലാമത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ തൊട്ടടുത്ത് എവിടെയാണ്? ഹുജറത്തു ഷരീഫയിലാണ്. അഞ്ചാമത്തത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനനം ക്രിസ്താബ്ദം 573-ലാകുന്നു. ഈ രൂപത്തിൽ ശരിയായ ഉത്തരങ്ങൾ കൊടുത്ത് അവിടെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് അർത്ഥം എഴുതുകയാണ്. അല്ലാഹുമ്മ അൻ ഉസ്മാന ഫഇന്നി അൻഹു റാളിൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തതാണത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിന് വേണ്ടി വലിയ സംഭാവന നടത്തിയപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ദുആയാണ് അല്ലാഹുമ്മ അൻ ഉസ്മാന ഫഇന്നി അൻഹു റാളിൻ. അല്ലാഹുവേ, നീ ഉസ്മാനെ തൃപ്തിപ്പെടണം, അദ്ദേഹത്തെ ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തത് അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക വജ്അൽ മൗതി ഫീ റസൂലിക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്ത ദുആയാണ് അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക വജ്അൽ മൗതി ഫീ ബലദി റസൂലിക. അല്ലാഹുവേ, എന്നെ നീ നിന്റെ റസൂലിന്റെ നാട്ടിൽ ഷഹീദായി മരിപ്പിക്കണമേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. ഇതാണ് 6-ാം ക്ലാസ്സിൽ താരീഖിന്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ. വിദ്യാർത്ഥികൾ നിർബന്ധമായും എല്ലാ പാഠങ്ങളും ആവർത്തിച്ച് വായിക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വീഡിയോ നിർബന്ധമായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.